കൊമ്പി കേറ്, ഫ്രണ്ട് സീറ്റിൽ കേറ്. സ്റ്റീവ് സ്റ്റീവ് ബാക്കിലിടാ. പ്രൈവസി ഇടറാ. എടാ ഒരു മിനിറ്റ്, ഞാൻ അത്യാവശ്യം സ്ഥലം വരെ പോണേ, അത് കഴിഞ്ഞിട്ട് പോവാം. സൂര്യല്ലേ, സൂര്യബോസിനെ സീനില്ല. സൂര്യബോസിനെ ആരാ തട്ടിക്കൊണ്ട് ഹലോ സൂര്യബോസിനെ തട്ടിക്കൊണ്ട് സൈക്കിൾ ചവിട്ടിക്കൊണ്ട് നടക്കണുണ്ട് ഇത് വഴി. എന്റെ തള്ള ഒരു എന്റെ അടുത്ത് ചോദിക്കുക എവിടെ സൈക്കിൾ കൊണ്ട് പോയപ്പോ സൈക്കിൾ വെച്ചിട്ട് അടിയിൽ കൊടുത്തായിരുന്നു. എന്തിനും നോക്കി ഓടിക്കണം, ഇത് മറ്റൊരു കൂട്ടല്ല. ഇത് ഓടിക്കാൻ ഒരു സ്കില്ല് വേണം കേട്ടോ. ഇത് വേറെ രീതിയിലാണ് പണിത് വെച്ചത്. ഇത് മറിയാൻ വേണ്ടി ഒരു വണ്ടിയാണോ? നിങ്ങൾ വേറെ പ്ലീസ് മൈൻഡ് യുവർ ലാംഗ്വേജ്. അപ്പൊ ഞാൻ നമ്മളെ ക്യാമിനെ നോക്കട്ടെ, മുച്ചിരി ചെയ്ത പോലെ മുമ്പ് വണ്ടിയിൽ നിന്നും ചാടല്. അവനൊക്കെ ആര് തട്ടാനാ? ചന്ദ്രന്റെ മോനല്ലേ. ചന്ദ്ര പുള്ളിക്കാരിക്ക് ചാവാനാ ആഗ്രഹം, മനസ്സിലായി. ഇവിടെ നിന്ന് ചാടി ചാവത്തില്ല, അനുഭവിക്കത്തുള്ളൂ, അതുകൊണ്ട് ചാടത്തില്ല. നമുക്കെന്താ അറിയോ, ഈ നമ്മളോട് കൊമ്പിക്കിപ്പോ കുറച്ച് കെയറിംഗ് ആണ് കിട്ടേണ്ട. കൊമ്പിക്ക് ആശ്വാസം കിട്ടുന്നുണ്ട് ഇപ്പൊ തന്നെ. എനിക്കൊരു സ്നേഹം കിട്ടുന്നുണ്ട്. അതാ മുച്ചിലിടെ ആരെ കയ്യുന്ന വണ്ടിന്ന് സ്റ്റീവിന്റെ നമുക്ക് സന്തോഷം. എന്താ ഞാൻ എന്ത് ചെയ്തറാ? ഞാൻ കൊച്ചിറക്കയില്ല, നമുക്ക് ബുദ്ധി ഇല്ലല്ലോ. മെച്ചൂരിറ്റി വരണമെങ്കിൽ ആദ്യം പറഞ്ഞ ശരി, ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ഓക്കെയാണ്. അല്ല ഞാൻ ഡൗട്ട് കേട്ടോ, ഇത്ര ഒരുങ്ങി കെട്ടി പോയിട്ട് അവിടെ ഫുഡെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ ഒന്നും കഴിച്ചില്ല. ഇത്ര ഒരുങ്ങിപ്പോ എന്തിനാണ്? വെറുതെ ഓപ്പ് വെക്കാൻ പാടില്ല, അതാണ്. ഓപ്പ് വെച്ചാലാണ് കരച്ചല് വരാം. ഇല്ല, ഇത് ഞാൻ പണ്ട് ട്രക്ക് വരുമ്പോഴും പറഞ്ഞു വന്ന സ്ഥലമല്ലോ. ആടാ ഇത് എന്തോ ഇവിടെ എന്തോ ശപിച്ച വളമാണ്. അല്ല, ഈ വളവ് പറഞ്ഞു വീടും ആൾക്കാരല്ല. ഇടല്ലേ ടോക്കിനെ പണ്ട്. നേരെ റിവേഴ്സ്, വളക്കുകയോ തിരിക്കോ ഒന്നും വേണ്ട, നേരെ റിവേഴ്സ്. സൂര്യബോസിനെ കൊന്നാണ് കേട്ടോ ഈ സമയം കൊണ്ട്. ഓളെ പേരെന്താ ഈ പെണ്ണിന്റെ? കൊമ്പി. അല്ല, എന്റെ അടുത്ത് അവൻ പറഞ്ഞിരുന്നു, ഞാൻ വരൂലായിരുന്നു വിചാരിച്ചതായി പരിപാടിക്ക്. നിന്നെ ഇൻവൈറ്റ് ചെയ്താ? എന്റെ അടുത്ത് അവൻ പ്രത്യേകം പറഞ്ഞു നീ എന്തായാലും വരണം. അത് കരയിപ്പിക്കാൻ വേണ്ടിയാ. പിന്നല്ലാണ്ട് അങ്ങനെയുള്ള ക്രൂര മനുഷ്യരെ നമ്മൾ ജീവിക്കരുത്. ജീവിക്കുന്നില്ലല്ലോ. ആ, എനിക്ക് കിട്ടണ്ടേ ജീവിക്കാൻ? അല്ല കുഴപ്പമില്ല. അല്ല ദേഷ്യം ഉണ്ടോ ഷമീറിന്റെ അടുത്ത് എന്തേലും? പൊട്ടിക്കരയാണ്, എന്നാലേ നമുക്ക് ഇതാവാൻ പറ്റൂ. പൊട്ടിക്കരയാ. കുട്ടിയുടെ മനസ്സ് നോയിച്ചൊരു മനുഷ്യനാണത്. ദേഷ്യമൊക്കെ വെക്കാൻ കുറച്ച്. അതൊക്കെ പിന്നെ എല്ലാരും പുറത്ത് അങ്ങനെ പറയുന്നേടാ, ഉള്ളില് പകയായിരിക്കും. ഇങ്ങനത്തെ ഒരു ഫീലിംഗ് പക. ഇതെന്താ ചന്ദ്രു നല്ല വളക്ക്? ഈ വണ്ടി പോണേക്കാട്ടി നല്ലതേ. അത് അങ്ങനെയാണ് ചന്ദ്രൻ പോണത്. വണ്ടി അതെ അതെ, അതും അങ്ങനെ അറിയാൻ വേണ്ടി തന്നെ പോണത് വണ്ടിയാണത്. ഓടിക്കഴിച്ച് കഴിവൊക്കെയാണല്ലോടാ സത്യം. അതെങ്ങനെ ചന്ദ്രു വെയിറ്റ് ആക്ക ഫോൺ എടുത്താണ്. പാട്ടില്ലെങ്കിൽ രസം ഉണ്ടാവും. ദേഷ്യാവാന്ന് അവനാ വണ്ടി വരുന്നു. അവനാ വണ്ടി വരുന്നില്ല, അവനാ വണ്ടി പെറ്റിട്ടതാ. ഇവളെ കയറിയാ? ഈ പെണ്ണ് കയറിയാ? ഒരു മിനിറ്റ്, ഇത് എവിടെയാടാ? ഇത് എവിടെയാടാ? ഇതെന്ത് സ്ഥലം ഇത്? എടാ അവന് ഏതോ സ്ഥലത്തിന്റെ പണ്ണാണടാ. ഹലോ ചന്ദ്ര, സമീർ, നമ്മളിപ്പോ അവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിയതുള്ളൂ. ഇറങ്ങിയോ? ഞാന് ഇതിന്റെ മൊത്തത്തില് ഇതിന്റെ തിരക്കും ഓളെ ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ ഒരു തിരക്കിലായിപ്പോ ഞങ്ങക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ അറിയാം. സോറി കേട്ടോ സമീറ. കൺഗ്രാസ്. ഞാനവിടെ പെട്ടെന്ന് ഇറങ്ങിയ വേറൊരു കാരണമുണ്ട്. നമ്മുടെ കൊമ്പിയില്ലേ, കൊമ്പി ആ വെള്ളച്ചാട്ടത്തിൽ ചാടി മരിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അവളെയും ഞങ്ങളെ രക്ഷിച്ചോണ്ടേ
ഞങ്ങളൊരു ലൈക്ക് ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് ആളെ കൊണ്ട് ആക്കിയിട്ട് പൊക്കോണ്ടിരിക്കുക. അതെ അതെ. ഏത് ഹോസ്പിറ്റലാ? ഹോസ്പിറ്റലില് ഏതാ ഹോസ്പിറ്റലാടാ? രാമകൃഷ്ണ ഏതാ? രാമകൃഷ്ണ ക്ലിനിക്. രാമകൃഷ്ണ ക്ലിനിക് എവിടെ വരുന്നത്? ഇത് പലേട്ടോ. ആ ഓക്കെ ഓക്കെ. ചന്ദ്ര ഞാൻ ശ്രദ്ധിക്കാൻ പറ്റാത്തതിന്റെ സോറി കേട്ടോ. ഞങ്ങള് കണ്ടായിരുന്നു, പരിപാടി കണ്ടായിരുന്നു, നൈസായിരുന്നു. ഒരു ദിവസം വരാം. ഒരു ദിവസം ഞാൻ നാളെ മറ്റന്നാളെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. പിന്നെ നീകനോട് സോറി പറഞ്ഞേക്കട്ടെ. ഞാൻ സോറി ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് ലൗഡ് സ്പീക്കർ ഇട്ടോ. ഞാൻ സോറി. അവനൊന്നുമില്ല, അത് സംസാരിച്ച് അതൊരു ഇല്ല. ഓക്കെ ശരി. ഞാൻ ടെൻഷനിലായിക്കോട്ടെ മൊത്തത്തില്. ഓക്കെ ബൈ ബൈ ബൈ. അവളുടെ ഇവിടെ പോയി ചാവാനെന്ന് അങ്ങനെ പറഞ്ഞില്ല, അതുപോലെ ഒരു ടോണായിരുന്നു. ഇൻഡയറക്ട്ലി നമുക്ക് വോയിസ് മനസ്സിലാകും. കൊമ്പി കുഴപ്പമില്ല, കൊമ്പി ലൈഫ് ഈസ് വെരി അൺഫെയർ. കൂടോത്രം ചെയ്യണം. അവന്റെ ഫസ്റ്റ് ആയിട്ട് മുറിയുടെ അടിയിൽ തന്നെ കൂടെ വിളിച്ചോട്ടെ, മനസ്സിലായോ? ഇവിടെ പയ്യോടെ എടാ എന്റെ ചെറുക്കനാ നീ. എവിടാ? അതെ ഇവിടെ റിസ്കി സിറ്റുവേഷൻ ആണ്. ഇതെന്ത്? എടാ മുച്ചിരി താഴെ ഇറങ്ങി. താഴെ ഇറങ്ങി നായിന്റെ പോനെ. ഒരു ബോഡി ഇപ്പൊ വരിക പൊളിന്ന്. ആള് വന്നിട്ടുണ്ടേ. ഒരു 1.5 കണ്ണാണ്, ഡബിൾ പ്രാരർ കൺ. ഇതെന്താ സംഭവം? എന്താ നിങ്ങൾ വലിയ ഹൈറ്റ് സെറ്റപ്പ് ആണല്ലോ. ഇതെന്താ? നിങ്ങൾ ആരാ? ആരായാലും നമുക്ക് വിഷയമില്ല, അടിച്ച് പണിക്കളയും. നമ്മളെ സൂര്യഭോജനം തന്നോ? മോനെ സൂര്യ അത് എങ്ങനെ ചാവണ നമ്മള് ചത്തോളും. സൂര്യഭോജനം നമുക്ക് മുഖ്യം. അതൊക്കെ മുന്നാടി യാറും നമുക്ക് പുറയില്ല. കണ്ടാ നീ അത്? നമ്മൾ 5 വർഷം നമ്മൾ ഏത് ഗെയിം എന്തിനാ കളിച്ചത്? ഇവന് ഇങ്ങനെയല്ല കൊണ്ട് വെച്ചാലേ. ഇതെന്തോ ഫാക്ടറിയാ. ചന്ദ്ര നമ്മളെ പൂട്ടാ പ്ലാൻ കേട്ടാ. കുറെ ആൾക്കാരുണ്ട്. ഇനി എന്തൊരു വിഷയം തന്നെ എനിക്ക് ഓടിവാ പോലെ എനിക്ക് തിരിച്ചോടി എത്താറുണ്ടോ? നിങ്ങള് ഇറങ്ങണേ എന്തിനാ? എവിടെ നിങ്ങളെവിടെ? സൗണ്ടല്ലേ കേട്ടത്? നേരെ മുകളിലോട്ട്. നെഹ്റുവിന്റെ തൊപ്പിയൊക്കെ വെച്ചിരിക്കണേ. നിങ്ങളെന്താ ഇവിടെ? മുകളിലോട്ട് കയറി ഇങ്ങോട്ട് കല്യാണത്തിൽ നിങ്ങളെന്താ കുഴിയൊക്കെ ഉണ്ടാക്കിനകത്തിരിക്കുന്നേ? ഓടിച്ചോണ്ടോന്നൊക്കെ എനിക്ക് ഭ്രാന്തായ. സാഗുരു ഇതെന്താ ഇത്? ചന്ദ്ര കറുത്ത ലോകം. സാഗുരു നിങ്ങളെന്താ പരിപാടി ഇവിടെ? ഇതെന്താ ഇവിടെ മറ്റേ ഇതാണാ ബ്ലാക്ക് മാജിക്കിന്റെ സ്ഥലം വല്ലാണോ ഇത്? ഇതെന്താ ഇത്? അതെ ചെറുതായിട്ട് ഞാൻ ചന്ദ്ര കാണിച്ചു. അല്ല എന്റെ ചെക്കനെന്തേ? കൊമ്പി പേടിക്കല്ലേ? പോയിട്ട് വെറുതെ കറണ്ട് അടിച്ച് ചത്തതാണ്. ഹലോ വരൂ. കൊമ്പി ടെൻഷൻ ആയല്ലേ ഇങ്ങനെ? ചന്ദ്ര ഇതാണ് നമ്മളെ ഗണ്ണ്. അല്ല ഷെയ്ക്ക് ഞാൻ കാര്യം ചോദിക്കട്ടെ? ഇല്ല ഷെയ്ക്കല്ല അതെ സാഗുരു. ഗണ്ണ് കാസ്റ്റ് ചെയ്ത സാഗുരു എന്താ സംഭവം? എന്താ ഇത്? ഒരു ഗണ്ണ് കിട്ടും. ഇത് മാത്രല്ല കാണിച്ചല. അല്ല പറഞ്ഞിട്ടോ ഇതെന്താ സംഭവം? എന്താ ഉദ്ദേശം? ഇവിടുന്നാണ് നമ്മള് ഗണ്ണ് കാസ്റ്റ് ചെയ്ത് വെക്കുന്നത്. ഒന്ന് കാസ്റ്റ് ചെയ്ത് ചെയ്താ
ആ കാശ് ഉണ്ടായി തരാം. നല്ല തീരുമാനം. വയലൻസ് ഈസ് ദി ബെസ്റ്റ് ചാൻസ്. സബ്ഗുരു എന്നാ ഞാൻ കഴിയട്ടെ. ഇപ്പൊ നീ കുറച്ച് ഹാപ്പി ആയി സബ്ഗുരു തുടങ്ങി. ഞാൻ ഇൻവെസ്റ്റ് 50-50 ഈ ബിസിനസ്സിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ ചന്ദ്രനെ കൊണ്ട് വിളിച്ച ചെക്കനെ കൊണ്ട് അതാ വിളിപ്പിച്ചേ. വാ ചെക്കതാ ഇവിടെ കിടക്കുന്നതാ. ഇതേ രക്തം. രക്തം ടോർച്ചർ റൂമാണ്. ഇതെന്താ കളി? ആ ഇങ്ങനെ വെട്ടി കേട്ടോ, കണ്ടോക്കി. ചെക്കപ്പെടുത്ത് ഒഴിച്ചു പോയി. ചെക്കപ്പെടുത്ത് പോയി. ചെക്കപ്പെടെ കിടന്ന് ഈ കിടക്കുന്നതാണോ സൂര്യ ബോസ്? സമയം കൊള്ളാൻ പോലും കൊള്ളാം കേട്ടോ, രണ്ടുപേരെ ബുദ്ധി തന്നെ. അതുകൊണ്ട് അല്ല ഒന്നുമില്ല. ആ, ഇവിടെ ഹ്യൂമൻ അല്ലേ? പ്രേതം പോലെ ഇടറാ. അത്രേ ഉള്ളൂ. ഇവിടെ ഹ്യൂമൻ അല്ലേടാ? എന്താ ഇത്? താഴോട്ട് വാ വാ വാ. ഡെലുലു. ചന്ദ്ര ഒച്ചിരി പറയും. ട്രേക്കില്ലേ ബെല്ല് ചാവും, അവൻ ചാവും. ഒച്ചിരി കുഴപ്പമില്ല, മുളച്ചൊന്നല്ലേ അത് ചോക്കട് ചാത്തൊരു പോയെന്ന്. ചന്ദ്ര അടുത്ത സാഗുരോട് എന്താ എടാ ഇതാര പാട്ടിട്ടേക്കാരാ? കൊമ്പി ചന്ദ്ര പാർട്ട് ഓഫ് മൂഡ് മാറി വരുന്നുണ്ട്. നീ സാഡ് പാറ്റ് മാറ്റി. ചന്ദ്ര ഇതൊക്കെ നല്ല complete നമ്മള് feel ആയി. ready ഇത് നല്ല ചെയ്തിട്ടുണ്ട്. പോവാൻ. സാഗുരു നമുക്കൊരു DK പാട്ടൊക്കെ രസമില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടു. CK നാക്കണം. വീട് അങ്ങ് ഞാൻ ഇരിക്കാം, നിങ്ങൾ അപ്പുറത്തില്ല. അവിടെ പോയി നമ്മളൊരു മാന്യത കാണിക്കണേ. ചന്ദ്ര അത് അപ്പുറത്താണ് മെയിൻ ചെയ്യാറ്. അത് കണ്ടോ അപ്പുറത്താണ് മെയിൻ ചെയ്യാറ്. അവിടെ പോയി ചുമ്മാരി ശിയേ ഇങ്ങോട്ടോ അവരെ സ്ഥലത്ത് വന്നിട്ട് സോറി സാബ് ഗുരു. സാഗുരു ഇതെന്താ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ? ഇവിടെ ബാക്കിയുള്ള കാണിച്ചു തരാം. വാ 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 വാ. എത്ര നിങ്ങളൊന്ന് വഴിയിട്ട് പോയി ഇവിടെ എനിക്ക് കാണണ്ട കാര്യങ്ങൾ പറയാം. നമുക്ക് ഇവിടെ ശരിയാക്കാന്ന് ഞാൻ സാഗുരു ഇവിടെ എത്ര ഇൻവെസ്റ്റ് ചെയ്യാനും ചന്ദ്രൻ റെഡിയാണ്. ചന്ദ്ര ഇവിടെ മണി വരെ നമ്മള് പ്രിന്റ് ചെയ്യുന്നുണ്ട്. പ്രിന്റ് ചെയ്യണ്ട, നമുക്ക് എന്നാ പൈസ ഒരു മതി. 10,000 ഒരു 10 കോടി ബ്ലാക്ക് ഇങ്ങോട്ട് എടുത്താണ് നോക്കട്ടെ പ്രിന്റ് ചെയ്ത്. ഇപ്പഴത്തരാം. ശരിക്കും പ്രിന്റ് ചെയ്യാൻ പറ്റുമോ? എവിടെ സാബ്ഗുരു ഞാൻ എന്റെ അടുത്ത് പ്രൂഫ് കാണിച്ചില്ലേ ഇവിടെ. സാബ്ഗുരു ഞാനും ഉണ്ട് കേട്ടോ. ഇത് ഫ്രീ ആയിട്ട് ജോയിൻ ആയിപ്പിക്കോ, പൈസ ഇല്ല. ഇല്ല അത് ഞാൻ സാബ്ഗുരു പാർട്ണർഷിപ്പ് നമ്മള് പറയാം. സാബ്ഗുരുവിന്റെ എന്റെയും ബന്ധം അറിയാത്തണ്ട ചന്ദ്ര. അതെനിക്കറിയൂടാ. ഞാനും അതെ. അതെനിക്കറിഞ്ഞൂടാ. ആ പെണ്ണെന്തോ ശരിയറിഞ്ഞ സാബ്ഗുരു എനിക്കിത് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതിൽ TV ഇൻവെസ്റ്റ് ചെയ്യും. അത്രേ ഉള്ളു. മുച്ചിരിയും ഫോട്ടോ and let's go there and we do that and look that and with this ഇംഗ്ലീഷ് ഉണ്ട് കുറച്ച് എക്സ്പെർട്ട് ആണ്. നല്ല ഗ്രീൻസ് ആണല്ലോ. സൂര്യബാസ് എങ്ങോട്ട് വേണേ പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് ഇത് മതി. ചെക്ക് ചെയ്യോ? കുക്ക് ചെയ്തത് ഇത് സാബ്ഗുരു വലിച്ചിട്ടേക്കാണ് ഹെയറിൽ. സാബ്ഗുരു ഇതാരാണ് കുക്ക് ചെയ്തത്? സാബ്ഗുരു പ്ലീസ് ടെൽ മീ. ഇതെന്താ ഇങ്ങനത്തെ ബെടുക്ക് സാധനങ്ങളൊന്നും നമ്മളില്ല കേട്ടോ. സാബ്ഗുരു ഇത് എത്ര ഇതൊന്നും നമ്മള് യൂസ് ചെയ്യണമെന്നില്ല, പക്ഷെ ഇതൊക്കെ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയും. സാബ്ഗുരു ഇതിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? ഈ കഞ്ചാവല്ലേ അത്? അത് കഞ്ചാവല്ല. അല്ല നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും സാബ്ഗുരു? ഇത് കഞ്ചാവല്ല. ഇവിടെ എന്തും ചെയ്യാം. അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം. ചന്ദ്രന്റെ മാസ്റ്റർ പ്ലാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് കറന്റ്ലി സിറ്റി അല്ല നമുക്കിത് അല്ലെങ്കിൽ നമുക്കത് പുറത്ത് സംസാരിച്ചിട്ട് അകത്തോണ്ട് അതിനെ കുറച്ച് നല്ലത് പൊളിക്കുന്നേ. ചന്ദ്രു സ്ഥലം കണ്ടാ? ലൈറ്റ് ഓഫ് ചെയ്തല്ലോ. അലക്സ ഈ ബാഗ് ഒന്ന് പിടിച്ചോ. എന്താ ബാഗില് കിട്ടിയോ? സിറ്റിയെ ഫുൾ ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. You have to click that and that click there. Chandra boss, you click that, and Chandra boss use brain, Chandru, use brain. ശരിക്കും സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാരും ഫുഡ് കൊണ്ടുപോയി. എനിക്ക് പെട്ടെന്ന് ഇതൊരു മീറ്റിംഗ് ഏരിയ, ചില്ലിങ് ഏരിയ. ചന്ദ്രു നോക്കട്ടാ.
അതൊക്കെ ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചന്ദ്രു ഒരു വിസ്കി ഒരു വേണ്ട ചന്ദ്ര ചെന്നൈയിലുണ്ടായില്ലേ ഇതേ സാധനം ഇതേ വ്യൂ? എങ്ങനെ കുടിക്കുന്നത്? അത് ഞാൻ ഒഴിച്ചു തരേണ്ടി വരും. വെയിറ്റ് ഒഴിച്ചു തരാം. സിനോക്സേ എടാ ഒഴിച്ചോടാ പറഞ്ഞു കൊമ്പിക്കൊറ ഒഴിച്ചോട്. എടാ കൊമ്പിക്ക് ഇത് കൊടുത്ത് മദ്യം കൊടുത്ത് മദ്യം കൊമ്പിക്ക് കുറച്ച് ഒഴി, കാര്യങ്ങൾ ഒരെണ്ണത്ത് അടിയിലോട്ട് ഒഴിച്ച്. കൊമ്പിക്ക് കുറച്ച് പറയണ്ട അവിടെ. വെള്ളം ചേർക്കണ്ട. വെള്ളം ചേർക്കണ്ട. വെള്ളമൊന്നും ഇല്ല, നിനക്ക് നീറ്റാ. 2 ഐസ് ക്യൂബ് ഇട്ട് തരാം. എന്നാ അടിച്ചോ. വെള്ളമൊന്നുമില്ല. ഫുൾ എന്നാ. കുഴപ്പമില്ല എടാ സിനോക്സേ കൊമ്പിക്ക് കൊടുക്കട്ടെ, കൊമ്പിക്ക് മദ്യം കൊടുക്കട്ടെ. ഉണ്ടോ കയ്യില്? എന്നാ പിടിച്ചോ പിടിച്ചോ, കുടി കുടി. ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. വാങ്ങിച്ചുടി. ആ ഓക്കെ. കിട്ടുന്നില്ലല്ലോ. ബെസ്റ്റ്. ആ. ഞാൻ പോണേ. സൂര്യബോസ് ഞാൻ പോണു. സൂര്യബോസ് കൊച്ചിറക്കാ നിന്റെ കള്ളുണ്ടാ. സൂര്യബോസ് അല്ല, സോറി. ഹലോ ചന്ദ്ര ആ ഹോസ്പിറ്റലിലെ ലൊക്കേഷൻ ഇട്ടാരോ? ഹോസ്പിറ്റൽ ലൊക്കേഷനെ പുള്ളിക്കാരത്തി അവിടെ നിന്ന് ഇറങ്ങിന്നാ പറഞ്ഞേ. ആള് ഓക്കെയാണ് ഇപ്പൊ, ഓക്കെയാണ്. ഒരു തെറാപ്പിയൊക്കെ കൊടുത്തപ്പോ ആള് ഓക്കെ. ആണോ? ഇപ്പൊ എവിടെയില്ലെന്ന് അറിയില്ല. ആ ഞാൻ നോക്കട്ടെ. ഷമീർ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പി ആണ് ഇപ്പൊ. രണ്ടുപേരെ ഒരുപോലെ ഹാപ്പി ആക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ ഷമീർ? മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. വേണമെങ്കിൽ പറ്റും. അപ്പൊ ചന്ദ്ര ഒന്ന് പറഞ്ഞ കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താന്നുള്ള അപ്ഡേറ്റ് പറഞ്ഞോ. ശരി, ബൈ ബൈ ബൈ. ഒരു ഡ്രൈ മതിയോ? ഡ്രൈ ആയിട്ട് മതി. തൊണ്ട വാടി പോകണ്ടേ? അലക്സ് ഒരു വോഡ്ക എടുത്തോണ്ടോ? ബർക്കാടി നിർത്തോ നായേ, അവന്റെ ബർക്കാടി. ചന്ദ്ര ചന്ദ്ര മന്ദാരം അതടിക്കാം, മന്ദാരം. ഇവിടെ ഒരു ബലിക്കല്ലാണ് ചന്ദ്ര. കുടുങ്ങേണ്ടതാണ്. നമുക്ക് ഒരാളെ എന്താ ഈ കൊമ്പിക്ക് എന്തൊക്കെ പറയാം. എൻജോയ് ആണോ? ജീവനെത്തിയ പെണ്ണാണ്. എനിക്ക് കേക്കണം. ചന്ദ്രു എന്തൊരു നല്ല കാര്യമൊക്കെ പറയണം. ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല എനിക്ക്. കേൾക്കുന്നില്ല, പറയാം. കൊമ്പി പറ, എന്താ പറയാനുള്ള? കൊമ്പി പറയൂ. എനിക്ക് കേക്കണം. സാബ്ഗുരു 2 പെഗ് വെച്ച് കൊടുത്തേ എന്നാലും പറയത്തുള്ളൂ. വീട്ടിൽ പോണോ? വീട്ടിലാണല്ലോ. ഇവിടെ സാധനങ്ങളൊന്നും കൊമ്പി പറയട്ടെ, സീനില്ല. ഷമീറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അവന് എന്നെ ഇഷ്ടപ്പെട്ടില്ല. ഷൗട്ട് ഇടാവോ? ഷൗട്ട് താരേന്റെ എന്നെ ഇഷ്ടപ്പെട്ടു. ഇത്രയും സുന്ദരിയായിട്ടോ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ ഉടുപ്പിട്ട് ഞാൻ വന്നു. എന്നിട്ട് എനിക്കൊന്നും പറയാൻ. ഗുരു നമ്മൾ നോക്കിയപ്പോ അവിടെ മറ്റേ ക്ലിഫിന്റെ അവിടെ ചാടി ചാവാൻ നിക്കുവായിരുന്നു. എന്താണ് കൊമ്പി? എന്റെ മുച്ചിരിയുടെ ഇടപെടൽ കാരണമാണ്. നമ്മൾ ജീവിതത്തിൽ തിരിച്ചുകൊണ്ടത് മനസ്സിലായില്ലേ? ഞാൻ പാവം സാബ്ഗുരു. ഫ്രീയാണ്. സാബ്ഗുരു ഒന്ന് ചോദിച്ചു നോക്കിയാ നമ്മുടെ കൂടെ ചോദിക്കാതെ എനിക്ക് കല്യാണം കഴിക്കാത്ത ആടുകളോട് താല്പര്യം ഉണ്ടായിട്ടോ വരെ എന്നോട് ചോദിച്ചു. എന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തോ? നിങ്ങൾ ഈ തൊപ്പിയും വെച്ച് നെഹ്റുജിനെ പോലെ ബിസിയെ നടന്നത് എങ്ങനെ അറിയാം? ഞാനെന്ത് ചെയ്യാനാ? എന്റെ പരിപാടി പിന്നെ ഫ്രണ്ട്ഷിപ്പ് സ്നേഹം, അതാണ് എന്റെ സ്നേഹം. ശരി, ഇതേ ഇവിടെ നിർത്താം. മുച്ചിരി കൂടെ വന്നേ. ഒരാള് ചക്ക് പൊട്ടി വെക്കുന്നേരോ അതിന്റെ ഗ്യാപ്പ് പോയിട്ട് കേറാൻ നോക്കാം. താറി ഷമീർ വിളിക്കുന്നു, ഞാൻ എടുക്കട്ടെ. വിളി നല്ലുണ്ട് വിളി. ഹലോ. 10 കുടിച്ചിട്ടാന്നില്ലേ? ഞാൻ ബാറില് മാറിലെന്താ? ഞാൻ ബാറില് കുടിക്കാൻ വന്നതാ. മൊത്തോടെ അടിച്ച് എനിക്ക് എല്ലാവരും ഏത് പാറ? അധോലോകം പാറ. ലൊക്കേഷൻ അയച്ചോ? 9371 ഇങ്ങോട്ട് കൊണ്ടാ. 9371 ഇങ്ങോട്ട്. എടാ ചന്ദ്ര മനസ്സിലായി. പേടിപ്പിച്ചാലോ? ഇതെന്താ പേടിപ്പിച്ചാലോ? അവന് നമുക്ക് ഫോണ് കട്ട് ചെയ്ത് അവന്റെ അടുത്ത് നമുക്ക് പറയാം. ചന്ദ്ര ഒന്ന് പേടിപ്പിച്ചാലോ? ഷമീർ പറഞ്ഞെല്ലാം കേട്ട്. ഒന്നും കേട്ടില്ല. അല്ല കട്ടിയല്ല, നമ്മള് പറഞ്ഞൊക്കെ കേട്ട്. പേടിപ്പിച്ചാലോന്നൊക്കെ പറഞ്ഞ കേട്ട്. ഇല്ല കേട്ടില്ല. കേട്ടോ? കേട്ടില്ല. ഞാൻ കട്ട് ചെയ്തിരുന്നു ഫോണ് കട്ട് ചെയ്ത്. എങ്ങനെ പേടിപ്പിക്കാൻ? നമുക്ക് മോള് ബലിക്കല്ല് കൊണ്ടുപോയല്ലോ അവനെ എടുത്തിട്ട്.
പെരിക്കല്ലുണ്ട് മുകളിൽ കാണിച്ചു തരാം വാ എന്നിട്ട് അവിടെ കൊണ്ടുപോയി പേടിപ്പിക്കാം കല്ലിടാ ഇതാരുടെ ബലിയായി കിടക്കുന്നു. നമുക്ക് അവരെ ഷോക്ക് അടിപ്പിക്കാം. കുപ്പിച്ചില്ല് കൊണ്ട് നെഞ്ചത്തം കുത്തി കീറിയല്ലേ? അധികം നമുക്ക് ചന്ദ്ര ചെയ്യണ്ട. ചന്ദ്ര വാ ഇത്രയും മതിയല്ലേ? എന്റെ പയ്യന്റെ ബോഡി എന്ത് ചെയ്യും? വേണ്ട അന്ന് വേണ്ട അവർക്ക് അന്ന് ഇപ്പണ്ട് അടിച്ച് കട്ടായി കിടക്കുന്നേ ചത്തയല്ല കേട്ടോ. എടാ അവരുടെ തോളത്തിട്ട് അതിപ്പോണ്ട ഇപ്പൊ എന്തായാലും ഇതിനുള്ള കാര്യം കേട്ടില്ല പുറത്തേക്ക് ഇറങ്ങിയാലോ പുറത്തോട്ടിറങ്ങണം ഇവിടെ നിന്ന് ചാട് ഒറ്റ വഴിയുള്ളൂ ഇങ്ങോട്ട് നമ്മൾ സേഫ് ലൈനിങ് ആയിരുന്നു. എടാ വെള്ളം ഉണ്ടോ അപ്പുറത്തെ ഫേക്ക് ഇതുപോലെ മുതലേ ഉണ്ടാകേ കേറേണ്ടത്. ഓടാ ഞാൻ കറങ്ങിയൊക്കെ ഇരുന്ന് അതിലല്ല ഇതിലെ അതിലല്ല, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, എല്ലാരും ഇങ്ങോട്ട് ആ തീ കത്തുന്ന തീയാണാ അതെ അതിൽ പോയാൽ മരിക്കട്ടോ ചന്ദ്ര ഈ കോണി കയറി ഈ കോണി ആ ശരിക്ക് എല്ലാം കേറ ഇപ്പൊ കേറണ്ട പിന്നെ കേറാ വന്നേ ലാസ്റ്റ് ഇങ്ങോട്ട് വാ അല്ല കേറ ശരിക്ക് ഇപ്പൊ കേറണ്ട ഇപ്പൊ വേണ്ട ഓക്കെ താവ്. ഇങ്ങോട്ടാടാ ഇതിലെ ഇതിന്റെ അകത്ത് ഇറങ്ങി നിനക്ക് അറിയാം ചന്ദ്ര ഇതില് അതിലൂടെ കേറാനാവൂല മറ്റേലോടെ തന്നെ വാ എന്താ അറിയാ ചെറിയൊരു ഹോളാ ചന്ദ്ര സെറ്റപ്പ് ശരി നമുക്ക് സംസാരിക്കാം. അതെ ഇതില് ഇതുണ്ടല്ലോ ഞാൻ ചെയ്ത് ഇത് ലോക്കണ്ട ലോക്ക് എനിക്കുണ്ട് ചന്ദ്രനോട് വെച്ചരാം. ആ അല്ല ശരിക്കും ഇപ്പൊ ലോക്ക് വെച്ചോ അല്ല അതിനകത്ത് ആരോ ഇത്ര ആരുണ്ടോ നോക്കിയ സിനോക്സ് ആരോ വന്ന് ചന്ദ്രു ആര് വന്നോ അവരാൻ തോന്നുന്നു. സാബൂര് എനിക്ക് പെട്ടെന്നേ ഞാൻ ഈ പേര് മാറ്റി പെട്ടെന്ന് മാറിപ്പോണം എനിക്ക് പെട്ടെന്നേ കാരണം ഈ നിങ്ങളുടെയും ഷെയ്ക്കിന്റെ സൗണ്ട് ഒരുപോലെ ഭയങ്കര ഒരുപോലെയാ സൗണ്ട് നിങ്ങളുടെ സംസാര രീതി ഒരുപോലെ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ പേര് അതാരാ പെണ്ണ് ഈ പെണ്ണാരാ ആരും താഴെയില്ല. ആരെയും താഴെ ഉണ്ടോ? എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് കൊമ്പി. അല്ല ചന്ദ്ര ഒന്നിങ്ങി വരുമോ? ചന്ദ്ര എന്താ സംഭവം എന്താ? ആള് താഴെ ഇരുന്ന് വെള്ളമടിക്കുവായിരുന്നു ഇവിടെ ഇരുന്ന് വെള്ളമടിക്കുവായിരുന്നു ആൾക്ക് ഷമീറിന്റെ അടുത്ത് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുന്നേ ആയിരുന്നു. ആത്മഹത്യ ചെയ്യാൻ പോയിട്ട് എന്താ? ആ മറ്റേ ആ വെള്ളച്ചാട്ടം ഇല്ല അവിടെ നിന്ന് ചാടിച്ചാവാനൊക്കെ പോയായിരുന്നു നമ്മള് പിന്നെ പറഞ്ഞ് മുച്ചിരിയുടെ ഇടപെടൽ കാരണം ഈ മുച്ചിരി ഈ പയ്യൻ ഇവന്റെ ഇടപെടൽ കാരണമാണ് കാര്യമായിട്ടുള്ള ഇടപെടൽ കാരണമാണ് ഇപ്പൊ ജീവിതത്തിലോട്ടാണ്. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയടാ ഇവിടുന്ന് ഇറങ്ങി ഇപ്പത്തും നമ്മളിപ്പോ ഇത് ഏതാ 2397 ചന്ദ്ര ചന്ദ്ര എന്ത് പറ്റി? എനിക്കൊന്നും പറ്റില്ല. സാറേ ഞങ്ങൾക്കൊരു സംശയം ചോദിക്കാണ്ട് നീ 5 മിനിറ്റില് എന്താണ് സംഭവം? 5 മിനിറ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു 5 മിനിറ്റ് സംസാരിക്കണം പറഞ്ഞിട്ടില്ലേ? അത് ഒരു അറിയാനാണ് ഞങ്ങക്ക് പ്രൊപ്പോസൽ ചെയ്യാനല്ലേ? ഞങ്ങൾക്കും കുറച്ചാൾക്ക് പ്രൊപ്പോസൽ ചെയ്യാനല്ലേ? അപ്പൊ ട്രിക്സ് ആൻഡ് ടിപ്സ് എന്താ 5 മിനിറ്റിൽ എന്താ സംസാരിച്ചേ? ഈ ട്രിക്സ് ആൻഡ്
പൊളിറ്റിക്സ് ഒന്നും ഇല്ല അവിടെ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങക്ക് 5 മിനിറ്റിനുള്ളിൽ സംസാരിക്കണ പറഞ്ഞില്ല, അത് ആ സമയത്ത് എന്താ സംസാരിക്കണ്ടേ? കുറച്ച് തിങ്സ് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. എല്ലാം ക്ലിയർ ചെയ്തില്ലേ? ഇപ്പൊ സെറ്റ് ആയില്ലേ? അല്ല അവൾക്ക് എന്ത് പറ്റാത്ത അത് വരാദ്യം. ഇല്ല അവൾക്ക് ഷമീറായിട്ട് ഇഷ്ടമുണ്ടെന്ന്. സമീറിന് ഇഷ്ടം. പിന്നെ നമ്മള് ഓൺ സൈഡില പോയിരുന്നെന്ന്. ഇപ്പൊ അതൊക്കെ മാറ്റി, ഇപ്പൊ അവള് ഓക്കെ. ഉറപ്പാണോ? ഇപ്പൊ മാറ്റി. ഇപ്പൊ മുച്ചിരി ഇഷ്ടമാണെന്നാ പറയുന്നത്. അന്നെ ഇഷ്ടം പറയല്ലേ? എടി അങ്ങനല്ലടി, ഞങ്ങക്ക് ഞാൻ വന്നില്ല, നിന്നെ കാണാൻ ഞാൻ വന്നില്ലേ, ഞാൻ പോട്ടെ. ചെക്കനെ ഇതാക്കാൻ പറ്റില്ല. ഞാൻ പോവാ താര, നമുക്ക് പോവാ, ചെക്കന്റെ പരിപാടി ഉണ്ട്, നമുക്ക് പോവാ. ഇനി പാർട്ടിയാണോ ഇത് പിന്നെ ഒരു ദിവസം. ചന്ദ്ര വരുന്നോ? ഇല്ല ഞങ്ങളിറങ്ങാം പോവാ, വീട്ടിൽ പോവാ. അപ്പൊ നടക്കട്ടെ. നടക്കട്ടെ. ഓക്കെ. ഷെയ്ക്ക 9371 ആര്? ഇല്ല എന്റെ കൂടെ ഒരു 4-5 പേരുള്ളൂ. നമ്മളെടുത്ത് ഇറങ്ങല, നിന്റെ അടുത്തേക്ക് ഇറങ്ങല. ഒന്ന് എനിക്ക് ഞാൻ ഉള്ള സ്ഥലത്ത് നിന്നാ മതിയോ? സ്റ്റീവേ വാ. അങ്ങനെ ഞാൻ ബോറടിക്കുന്നു. അവൻ വല്ല മരത്തിൽ പോയി കേട്ടോ. ബോധമില്ലേ? ഇങ്ങോട്ട് എലക്സുവിന് ബോധമില്ല. ചന്ദ്രു ഫുഡും തന്നിട്ട് ഒരു അണ്ടിയും തന്നിട്ടില്ല. വണ്ടി എടുത്ത് നേരെ ഫ്രണ്ടിലോട്ട് വേണ്ട. ഫസ്റ്റ് കേറിട്ട് നേരെ റിവേഴ്സ് തോന്നി ഫസ്റ്റ് കേറിട്ട് നേരെ